വിവരസാങ്കേതിക യുഗമാണ് ഇത് എന്ന് കരുതി ക്രിസ്മസ് പുതുവത്സരാശംസാ കാർഡുകൾ അയക്കുന്ന പതിവിന് മാറ്റമില്ല. വൈവിധ്യമാർന്ന രൂപങ്ങളും മനം കവരുന്ന വാചകങ്ങളുമായി ക്രിസ്മസ് കാർഡ് വിപണി ഇപ്പോഴും സജീവം, സമൃദ്ധം. ഇതാണ് മ്യൂസിക്കൽ ലവ് കാർഡും പോപ്പ് കാർഡും. ഇവയ്ക്കു പുറമെ വ്യത്യസ്തതയുള്ള ആകർഷകങ്ങളായ ഒട്ടേറെ ആശംസാ കാർഡുകൾ. കാർഡുകളുടെ ആശയവും കാലത്തിനൊത്ത് കോലം മാറുന്നുണ്ട്. അതിനുദാഹരണമാണ് ടിന്റുമോന്റെ പേരിലുള്ള കാർഡ്. സന്ദേശങ്ങൾ കൈമാറാനുള്ള ആധുനിക സംവിധാനങ്ങൾ ഒന്നും കാർഡ് വിപണിയെ ബാധിച്ചിട്ടില്ലെന്നും വ്യാപാരികൾ പറയുന്നു. ഗ്രീറ്റിംഗ് കാർഡിന്റെ സെയിൽസ് കൂടി വരുന്നുണ്ട്. SMS-ലും ഇമെയിലിനെ കാട്ടി കൂടുതൽ ജനങ്ങൾ ഇതിലോട്ട് ആകർഷിച്ച് വരുന്നുണ്ട്. പ്രണയം തുളുമ്പുന്ന വാചകങ്ങൾ എഴുതിയ കാർഡുകളോടാണ് യുവതലമുറയ്ക്ക് പ്രിയം. കാലം മാറിയാലും ആശംസകൾ കൈമാറാൻ കാർഡുകൾ തിരഞ്ഞെടുക്കുന്നതിന് ഇവർക്ക് കാരണങ്ങളുമുണ്ട്. ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഒരു കാർഡ് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണത്. ക്രിസ്മസിൻ്റെ ഒരു ഫീലിംഗ് കാർഡ് അയച്ചു കഴിഞ്ഞാലേ വരുള്ളൂ എന്നുള്ളതാണ്. ഇൻ്റർനെറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കാർഡ് അയക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് കാരണം തന്നെയാണ്. അക്ഷരങ്ങളും വർണ്ണങ്ങളും ചമയങ്ങളുമായി കാർഡുകൾ. വിലക്കയറ്റം കാർഡ് വിപണിയെയും ബാധിച്ചിട്ടുണ്ട്. 5 രൂപയാണ് ആശംസാ കാർഡിനുള്ള ഏറ്റവും കുറഞ്ഞ വില. അമൃത ന്യൂസ്, തിരുവനന്തപുരം.